Good morning, all of you, dear students. Today we will discuss the topic reverse charge mechanism under GST. GST law പ്രകാരം ഫോർവേഡ് ചാർജ് എന്നാണ് പറയുക. ടാക്സ് ഇമ്പോസ് ചെയ്യുക ഫോർവേഡ് ചാർജാണ്. ദാറ്റ് ഈസ് സപ്ലയർ ഈസ് ലയബിൾ ടു പേ ടാക്സ്. Supplier is to be registered. Supplier is to be taxed. Supplier is to be levied. എന്നതാണ് കോമൺ റൂൾ ഫോർവേഡ് ചാർജ് എന്നാണ് പറയുക. എന്നാൽ GST ലോയിൽ ഒരു ടേം ഉണ്ട്, റിവേഴ്സ് ചാർജ് മെക്കാനിസം. എന്താണ് റിവേഴ്സ് ചാർജ്? ആസ് യു നോ, ജനറലി സപ്ലയർ ഈസ് ലയബിൾ ടു പേ ടാക്സ്. പൊതുവെ GST ആക്ട് പ്രകാരം സപ്ലയർ ആണ് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റെസിപ്പിയൻ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് ലയബിൾ ടു പേ. അങ്ങനെ റെസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, അതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. പൊതുവെ GSTയിൽ ഫോർവേഡ് ചാർജാണ് സപ്ലയർ ടാക്സ് കൊടുക്കുമ്പോൾ. ഇനി റെസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കുമ്പോൾ അതിനെയാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെ കേസുകളിലാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം വരുന്നത് എന്നുള്ളത്. ആസ് ഫാർ ആസ് ഗുഡ്സ് കൺസേൺഡ്, കാഷ്യൂ നട്ട്സ് നോട്ട് ഷെൽഡ് ഓർ പീൽഡ്, അതേപോലെ ബീഡി റാപ്പർ ലീവ്സ്, ടെൻഡു ലീവ്സ്, ടൊബാക്കോ ലീവ്സ്, സിൽക്ക് യാൺ, റോ കോട്ടൺ, ലോട്ടറി, അതേപോലെ ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ്, വെഹിക്കിൾസ് ആൻഡ് സ്ക്രാപ്പ്. ഇത്തരം ഗുഡ്സുകളുടെ കേസിൽ റിവേഴ്സ് ചാർജാണ് അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ. ദെൻ ആസ് ഫാർ ആസ് സർവീസസ് കൺസേൺഡ്, ചില സർവീസുകൾ നോക്കാം. റിവേഴ്സ് ചാർജ് ബാധകമാകുന്ന ചില സർവീസുകളാണ്. വെൻ സപ്ലയർ ഈസ് ഇൻ നോൺ ടാക്സബിൾ ഏരിയ, സപ്ലയർ ആണല്ലോ ടാക്സ് കൊടുക്കേണ്ടത്. ജനറലി അങ്ങനെയാണല്ലോ ഫോർവേഡ് ചാർജ് പ്രകാരം. എന്നാൽ സപ്ലയർ ഈസ് ഇൻ നോൺ ടാക്സബിൾ ഏരിയ, സപ്ലയർ നോൺ ടാക്സബിൾ ഏരിയയിലാണെങ്കിൽ അവിടെ റിവേഴ്സ് ചാർജാണ് അപ്ലിക്കബിൾ ആവുക. റെസിപ്പിയൻ്റ് ഈസ് ടു ബി ലയബിൾ ടു പേ ടാക്സ്. ഓക്കെ. മറ്റൊരു സിറ്റുവേഷനാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസസ്, GTA എന്ന് പറയും. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസസ്. ആ സർവീസുകൾക്കും റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് ബാധകമാവുക. ഒരുപാട് സർവീസുകളുണ്ട്, ഓരോന്നും നമുക്ക് പറയാം. ലീഗൽ സർവീസസ് ബൈ അഡ്വക്കേറ്റ്, സർവീസ് ഓഫ് ആർബിട്രൽ ട്രിബ്യൂണൽ ടു എ ബിസിനസ്, സ്പോൺസർഷിപ്പ് ടു എ ബോഡി കോർപ്പറേറ്റ് ഓർ ഫേം, സർവീസസ് ഓഫ് ഗവൺമെൻറ് ടു ബിസിനസ് എൻറ്റിറ്റി. അവിടെ ശ്രദ്ധിക്കാനുണ്ട്, സർവീസസ് ടു ഗവൺമെൻറ് ടു ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകൾക്കും റിവേഴ്സ് ചാർജ് അല്ല ബാധകമാവുക. ഫോർവേഡ് ചാർജ് വരുന്ന ചില സർവീസുകളാണ് റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പോസ്റ്റൽ സർവീസസ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഏജൻസി സർവീസസ്, എയർക്രാഫ്റ്റ് ഓർ വെസൽ സർവീസസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. ഇത്തരം കേസുകളിൽ സാധാരണ പോലെ സപ്ലയർ ഈസ് ലയബിൾ ടു പേ ടാക്സ്, ഫോർവേഡ് ചാർജാണ് വരിക. ഇതല്ലാത്ത ഈ പറയപ്പെട്ട പോസ്റ്റൽ സർവീസ് പോലെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ റെൻറ്റിങ്, ലൈഫ് ഇൻഷുറൻസ്, ഏജൻസി സർവീസ്, അങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്, ഈ പറയപ്പെട്ട സർവീസുകൾ മാറ്റി നിർത്തിയാൽ സർവീസസ് ഓഫ് ഗവൺമെൻറ് ടു ബിസിനസ് എൻറ്റിറ്റി റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന് അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ. അതേപോലെ സർവീസസ് ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനി, സർവീസസ് ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനി, സർവീസസ് ഓഫ് ഇൻഷുറൻസ് ഏജൻറ്റ്, സർവീസസ് ഓഫ് റിക്കവറി ഏജൻറ്റ് ടു എ കമ്പനി, സർവീസസ് ഓഫ് പേഴ്സൺ ലൊക്കേറ്റഡ് ഇൻ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു ദ കസ്റ്റം സ്റ്റേഷൻ ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ, സർവീസസ് ഓഫ് ഓതർ, മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ് പെർമിറ്റിംഗ് ദ യൂസ് ഓഫ് കോപ്പിറൈറ്റ്.
അതുമായി ബന്ധപ്പെട്ട ഇത്തരം സർവീസുകൾ, ഓതർ, മ്യൂസിക് കമ്പോസർ, ഫോട്ടോഗ്രാഫർ, ആർട്ടിസ്റ്റ്, ഇതിലൊക്കെ റിവേഴ്സ് ചാർജാണ്. അതേപോലെ സർവീസസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഓവർസീയിങ് കമ്മിറ്റി ടു RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻവാർഡ് സപ്ലൈ ഫ്രം എൻ അൺരജിസ്റ്റേർഡ് ഡീലർ, ഇൻവാർഡ് സപ്ലൈ ഫ്രം എൻ അൺരജിസ്റ്റേർഡ് ഡീലർ, ഇത്തരം സർവീസുകളിൽ, ഈ പറയപ്പെട്ട സർവീസുകളിലൊക്കെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസമാണ് ബാധകമാവുക. ഓക്കെ ഡിയേഴ്സ്, ലെറ്റ് us കണ്ടിന്യൂ. ഒരു ടോപ്പിക് കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാം. റേറ്റ്സ് ഓഫ് ജി എസ് ടി പ്രകാരമുള്ള ടാക്സ് റേറ്റുകളെക്കുറിച്ചാണ്. എസെൻഷ്യൽ ഐറ്റംസുകൾ 0% കാറ്റഗറിയിലാണ് വരുന്നത്. 5% കാറ്റഗറിയിൽ വരുന്നവയാണ് കോമൺലി യൂസ്ഡ് ഗുഡ്സ് ഓർ സർവീസസ്. കോമൺലി യൂസ്ഡ് ഗുഡ്സ് ഓർ സർവീസസ് ബിലോങ്സ് ടു 5% കാറ്റഗറി. ദെൻ 12% കാറ്റഗറിയിൽ വരുന്നതാണ് പ്രോഡക്ട്സ് ഓർ സർവീസസ് വിച്ച് ആർ ബേസിക് നെസസിറ്റീസ് വിച്ച് ആർ കം അണ്ടർ 12% കാറ്റഗറിയിലാണ് പ്രോഡക്റ്റ് ഓർ സർവീസസ് വിച്ച് ആർ ബേസിക് നെസസിറ്റീസ് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ബിലോങ് ടു 18% കാറ്റഗറി. അതായത് സ്റ്റാൻഡേർഡ് ഗുഡ്സുകൾ, ഒട്ടുമിക്ക ഗുഡ്സുകളും വരുന്ന കാറ്റഗറിയാണ് 18% GST റേറ്റ്. അതേപോലെ ഏറ്റവും ഉയർന്ന റേറ്റാണ് 28% പ്ലസ് സെസ്. ലക്ഷറി ഐറ്റംസ് വരുന്ന കാറ്റഗറിയാണ് 28% റേറ്റ്. എക്സ്ട്രാ സെസ് കൂടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് കോമൺ റേറ്റുകൾ, കോമൺ സ്ലാബുകൾ റേറ്റ് ഇതാണ്. ഇനി സ്പെഷ്യൽ റേറ്റ് നോക്കാം. 3% ഉണ്ട്. 3% വരുന്നത് പ്രീഷ്യസ് മെറ്റൽസ് ഇൻക്ലൂഡിങ് ഗോൾഡ് അടക്കമുള്ള പ്രീഷ്യസ് മെറ്റൽസിന് വരുന്ന റേറ്റ് 3% ആണ്. ഇനി പ്രീഷ്യസ് സ്റ്റോൺസ് ആണെങ്കിലോ 0.25% ആണ് വരുന്നത്. ഓക്കെ, പ്രീഷ്യസ് സ്റ്റോൺസ്. നിങ്ങൾ അടിവരായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് GST മോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ബിലോങ് ടു 18% കാറ്റഗറി. ഓക്കെ, ഇതാണ് റേറ്റ്സ് ഓഫ് GST. ഇനി കേരള സെസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. കേരള സെസ് വരുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 1% ആണ്. ഇത് ആപ്ലിക്കബിൾ ആയത് 1 ഓഗസ്റ്റ് 2019 ഓൺവേർഡ്സ് ആണ്. 1 ഓഗസ്റ്റ് 2019 ഓൺവേർഡ്സ് കേരള സെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. അറ്റ് ദ റേറ്റ് ഓഫ് 1% ആണ്. റൂൾ 32A പ്രകാരം ഫോർ B2C സപ്ലൈസ്, ബിസിനസ് ടു കസ്റ്റമർ B2C സപ്ലൈസ്. ഓക്കെ, കേരള സെസ്സുമായി ബന്ധപ്പെട്ടതാണ് ഫോം KFCA എന്ന് പറയുന്ന ഫോം KFCA. കേരള സെസ്സുമായി ബന്ധപ്പെട്ട ഫോമാണ് ഫോം KFCA. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റിവേഴ്സ് ചാർജ് മെക്കാനിസം അണ്ടർ GST ആൻഡ് റേറ്റ്സ് ഓഫ് GST. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് രജിസ്ട്രേഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. മാൻഡേറ്ററി രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ വോളണ്ടറി രജിസ്ട്രേഷൻ, മറ്റ് പല രൂപത്തിലുള്ള രജിസ്ട്രേഷനുകളുണ്ട്. അപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ചെയ്യാം. ഓക്കെ.